ഹായ് ഹലോ. ഇതുപോലൊരു ഐറ്റംസ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും കസ്റ്റാർഡ് ഫ്രൂട്ട്സിൻ്റെ വേറൊരു പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3/4 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തിളച്ച് വരട്ടെ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഷുഗറൊന്നും ചേർക്കാതെ ഇരുന്ന് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഷുഗറും ഡേറ്റ്സിൻ്റെ ഷുഗറൊക്കെ ഇരുന്ന് മധുരത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു 3-4 ടീസ്പൂണ് പാലൊഴിച്ചിട്ട് കസ്റ്റാർഡ് കൂടെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മിൽക്ക് മെയ്ഡ്, സേമിയ, അതുപോലെ ഇതിലേക്ക് സാബോനരി എന്ന് പറയും, ചവ്വരി എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ഞാൻ വേവിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അത് അങ്ങനെ പാലൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ആദ്യമൊക്കെ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വാനില എസൻസ് എന്ന് വെച്ചിരുന്നത്. അതിന് പകരം ഞാനിന്ന് ഒരു ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതിങ്ങനെ ഈ കസ്റ്റാർഡ് പായസമായിട്ട് ഉപയോഗിക്കട്ടോ, ഫ്രൂട്ട്സ് ചേർക്കാതെ ഇങ്ങനെ ഈ സേമിയും അതുപോലെ നമ്മുടെ സാബുനരിയൊക്കെ ചേർത്തിട്ട് എന്താണ് പായസ രൂപത്തിൽ ഉപയോഗിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതാണ്. ദാഹവും അതുപോലെ ക്ഷീണവും വിശപ്പൊക്കെ മാറാം ഇതിൻ്റെ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഏലക്കായ് ഒന്നേ ചേർക്കുന്നുള്ളൂ, അത് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സാബുനരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ഞാൻ ഇന്ന് ഇതിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിൻ്റെയൊക്കെ കൂടെ. അങ്ങനെ ഇതൊക്കെ ആയി വന്നതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചെയ്തത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് ഒഴിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ കൈയിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാതെ അത് കട്ട പിടിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിക്ക് പായസമായിട്ടും കുടിക്കട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുണ്ട്. ഞാൻ ഇങ്ങനെ ഈ രീതിക്ക് ആക്കിയതിൻ്റെ ശേഷം തണുക്കാൻ വേണ്ടി വെച്ച സമയത്ത് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിരുന്നു കേട്ടോ, ഫ്രൂട്ട്സ് ചേർക്കാതെ ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോമ്പൊക്കെ ആയ കാരണം നമുക്ക് നോമ്പറക്കുന്ന സമയത്തല്ലേ ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി പായസം, നല്ലൊരു രുചിയുള്ളൊരു പായസമായിട്ടും കുടിക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിനെ ഫ്രൂട്ട്സിലൂടെ പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ, അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇതൊന്ന് തണുക്കാൻ വെച്ച്, എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തണുത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സുകളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ ഫ്രൂട്ട്സുകളുണ്ട് വെച്ചാൽ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കട്ടിക്കാട്ട ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അടിപൊളിയാട്ടോ. ഇത് കസ്റ്റാർഡ് പായസം എന്നൊക്കെ പറയാം. ഞാൻ എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ അടുത്തുള്ള റോബസ്റ്റ പഴം, പച്ചമുന്തിരി, അതുപോലെ ഈത്തപ്പഴം, കുറച്ച് നട്ട്സ്, കസ്കസ്, പിന്നെ എന്താ പറയുക ഉറുമാമ്പഴം, അതൊക്കെ ആഡാക്കി കൊടുത്തിട്ട്, കറുത്ത മുന്തിരിയൊക്കെ ആഡാക്കി കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൂട്ട്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് കുടിക്കാൻ ഒട്ടും ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ പായസമാക്കിയിട്ടും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കസ്റ്റാർഡ് പായസമായിട്ട് ഉപയോഗിക്കാതെ ഫ്രൂട്ട്സ് ഇടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളിത് ഫ്രൂട്ട് സലാഡ് രൂപത്തിലേക്ക് ആ നോമ്പറക്കുന്ന സമയത്ത് വിശപ്പും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.